അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തകർച്ച. വിപണിയിൽ വ്യാപാരം ആരംഭിച്ചതിന് പിന്നാലെ സെൻസെക്സിലും നിഫ്റ്റിയിലും 2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കയിലെ തൊഴിൽ വളർച്ചാ നിരക്ക് മന്ദഗതിയിലായത് വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചനയാണെന്ന റിപ്പോർട്ടുകളാണ് ഇന്ത്യയടക്കം ഏഷ്യയിലെ ഓഹരി വിപണികൾക്ക് തിരിച്ചടിയായത്. തകർച്ചയോടെയാണ് വ്യാപാരം തുടങ്ങിയതെങ്കിലും വൈകാതെ വിപണികൾ തിരിച്ചുവന്നു. അമേരിക്കയിലെ ജൂലൈയിലെ തൊഴിൽ വളർച്ചാ റിപ്പോർട്ടാണ് സാമ്പത്തിക മാന്ദ്യത്തിന്റെ സൂചന നൽകുന്നത്. ജൂലൈയിൽ പുതുതായി 1,10,000 തൊഴിലുകളാണ് അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ 35% കുറവാണ്. ഒപ്പം തൊഴിലില്ലായ്മ നിരക്ക് 2021 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കായ 4.3%-ലെത്തുകയും ചെയ്തു. ഇത് അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണെന്ന അനുമാനത്തിലേക്ക് വഴിതെളിച്ചു. ഇതിന് പിന്നാലെ അമേരിക്കയിലെ സാമ്പത്തിക രംഗത്തെ സുസ്ഥിരമായി നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഫെഡറൽ റിസർവിന് പരാജയം സംഭവിച്ചുവെന്ന ചില സൂചനകൾ പുറത്തുവന്നതും വിപണിക്ക് ആഘാതമുണ്ടാക്കി. അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് റിപ്പോർട്ടിന് പിന്നാലെ മറ്റു ചില ഘടകങ്ങളും ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയായി. ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് ഉയർത്തിയതാണ് അതിലൊന്ന്. ജപ്പാൻ ബാങ്കിന്റെ തീരുമാനം അവിടുത്തെ ഓഹരി വിപണിക്ക് വലിയ ഞെട്ടലാണുണ്ടാക്കിയത്. പലിശ നിരക്ക് ഉയർത്തിയ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വിപണി 20% ഇടിഞ്ഞു. നിക്കി 225 ഇൻഡെക്സ് അഥവാ 1600 പോയിന്റാണ് തകർന്നത്. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ ഇസ്രയേൽ വധിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം സംഘർഷഭരിതമായതും വിപണിയുടെ കരുത്തിന് തളർച്ചയായി. എക്കാലത്തും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യം ഓഹരി വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. ഹമാസ് തലവനെ വധിച്ചതിന് ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യാൻ ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇത് വലിയ ആശങ്കയോടെയാണ് പശ്ചിമേഷ്യൻ സമൂഹം നോക്കിക്കാണുന്നത്. ഇങ്ങനെയൊരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ലോകം മറ്റൊരു ഉഗ്രയുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരും. വിപണിക്ക് അപ്രതീക്ഷിത തകർച്ചയുണ്ടായെങ്കിലും അത് ഇന്ത്യയിൽ സ്ഥായിയായി നിൽക്കുന്ന ഒന്നല്ല എന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ വിലയിരുത്തുന്നത്. അതിന് കാരണം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തു തന്നെയാണ്.